കേരള സർക്കാർ ആവിഷ്കരിച്ചു നടപ്പാക്കി വരുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതി പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ തന്നെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വിജയകരമായി നടപ്പാക്കി വരുന്നു. ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരം ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരവ് മണ്ണഞ്ചേരി പഞ്ചായത്ത് ഏറ്റുവാങ്ങി. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ പാർപ്പിട സൗകര്യം ലഭ്യമാക്കുവാനുള്ള ഈ പദ്ധതി കൂട്ടായ ശ്രമത്തിലൂടെ വിജയകരമായി പൂർത്തീകരിച്ചു വരുന്നു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ ഏറ്റതിന് ശേഷം നമുക്ക് 143 പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിദരിദ്രരുമായി ബന്ധപ്പെട്ട് 8 പേർക്ക് വീട് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അതിദരിദ്രർക്ക് 7-ൽ 6 പേർക്കും ഭൂമി വാങ്ങി നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ വീട് നിർമ്മിക്കാനുള്ള പ്രവർത്തനവും ആരംഭിക്കുകയാണ്. PMAY ബന്ധപ്പെട്ട് നമുക്ക് 10-50ഓളം വീടുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ കാരണങ്ങളാൽ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്കുൾപ്പെടെ ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണം ലഭ്യമായിട്ടുണ്ട്. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. മണ്ണഞ്ചേരി പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു വീട് മണ്ണഞ്ചേരി പഞ്ചായത്ത് താങ്ങാൻ ലൈഫ് ഫേസ് 1 പദ്ധതിയിലൂടെ 53 കുടുംബങ്ങളെ പൂർത്തീകരിക്കാത്ത വീടുകളുടെ പൂർത്തീകരണമായിരുന്നു ലൈഫ് ഫേസ് 1 വഴി ധനസഹായം നൽകി പൂർത്തീകരിക്കാൻ സാധിച്ചത്. ലൈഫ് ഫേസ് 2 പദ്ധതി വഴി ഭൂമിയുള്ള ഭവനരഹിതരാണ് ലൈഫ് ഫേസ് 2 ഉൾപ്പെട്ടിട്ടുള്ളത്. 382 കുടുംബങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഭൂരഹിത ഭവന പദ്ധതി പ്രകാരം 55 കുടുംബങ്ങളെ ഭൂമി വാങ്ങി നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ കുടുംബങ്ങൾക്ക് തുടർന്ന് ഭവന നിർമ്മാണ ധനസഹായം നൽകാനും സാധിച്ചിട്ടുണ്ട്. തുടർന്ന് വന്ന ലൈഫ് 2020 ലിസ്റ്റിൽ നിന്നും നാളിതുവരെ പട്ടികജാതി, പട്ടികവർഗം, മത്സ്യത്തൊഴിലാളി, ജനറൽ വിഭാഗങ്ങളിലായിട്ട് 160ഓളം കുടുംബങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. വളരെ കാലമായിട്ട് ഷെഡിലാണ് താമസിച്ചിട്ടിരുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഇങ്ങനൊരു വീട് നിർമ്മാണത്തിനുള്ള ഇത് നമുക്ക് തന്നതിന് വളരെ നന്ദി പറയും. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സുപ്രധാന പദ്ധതിയാണ് അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി. ആ പദ്ധതിയിലേക്കായി നമ്മുടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 138 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിരുന്നത്. അതിൽ 121 പേർക്ക് വേണ്ടി മൈക്രോ പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയും 17 പേർ അഗതിയാസ് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് തയ്യാറാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് ആവശ്യപ്പെട്ടിരുന്ന 13 കുടുംബങ്ങൾക്ക് നമുക്ക് വീട് നിർമ്മാണ ധനസഹായം നൽകുവാൻ സാധിച്ചു. കൂടാതെ വീട് സ്ഥലം ആവശ്യപ്പെട്ട 7 കുടുംബങ്ങളിൽ 6 പേർക്ക് സ്ഥലം വാങ്ങി കൊടുക്കുകയും അവിടെ 6 പേരുടെ ഭവന നിർമ്മാണം പുരോഗമിക്കുന്നു. ലൈഫ് 2020 ഭൂരഹിത ലിസ്റ്റിൽ നിന്നും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ധനസഹായത്തോടുകൂടി 22 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകുവാനും ഇതിൽ 16 കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭവന നിർമ്മാണ ധനസഹായം നൽകാനും സാധിച്ചിട്ടുണ്ട്. പട്ടികജാതി, പട്ടികവർഗം, ഫിഷറീസ് അഡീഷണൽ ലിസ്റ്റിൽ നിന്നും 7 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ ധനസഹായം നൽകാൻ നാളിതുവരെ സാധിച്ചിട്ടുണ്ട്. ഉപജീവന മാർഗം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്ന സഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന അന്തിമ ലക്ഷ്യമാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്.